ഹലോ ഗീസ്, വെൽക്കം ബാക്ക്. ഇപ്പോൾ വീണ്ടും ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗീസ്, പിന്നെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ വേറെ ഒന്നുമില്ല ഗീസ്, ആനേടി ആനയൂട്ടിന്നാണ്. ആനേടി അമ്പലത്തിൽ ഉള്ളൊരു ആചാര പരിപാടിയാണ് ഗീസ്. അപ്പോൾ നമുക്ക് നേരെ അവിടെ പോയി അവിടുത്തെ കുറച്ച് വിഷ്വൽസ് ഒക്കെ ക്യാപ്ചർ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുക ഗീസ്. കുറേ പേരെ വിളിച്ചിട്ടുണ്ട്, ആരൊക്കെ എവിടെയൊക്കെ വരും എന്നൊരു ഐഡിയ ഇല്ല. ചിലവന്മാരൊന്നും എഴുന്നേറ്റ് പോലും കാണുന്നില്ല. എന്നാലും നമുക്ക് പോവാം ഗീസ്. പോയത് വഴി മുതുകന്മാരെല്ലാം ഉറക്കമാണ് ഗീസ്. പിള്ളേരെ കിട്ടി പിള്ളേരെ കൊണ്ട് നേരെ പോവാണ്. അമ്പലത്തിന്റെ കയറി ചെല്ലുന്ന കുറച്ച് ഭാഗം മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് പണ്ടൊട്ടേ ഇങ്ങനെ തന്നെയാണ്, പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഗീസ്. എനിക്ക് തോന്നുന്നു നേർച്ചാന എഴുന്നള്ളിപ്പ് ആ പരിപാടി രാവിലെ തുടങ്ങി കാണും. അത്യാവശ്യം രാവിലെ ഒരു വെളുപ്പിനെ രാവിലെ തൊട്ടൊരു ഇത്ര സമയം കഴിഞ്ഞ് പിന്നെ ഉച്ച കഴിഞ്ഞ് വെയിൽ താഴ്ന്നിട്ടൊക്കെയായിരുന്നു ആ പരിപാടി നടത്തുന്നത്. അപ്പം നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ നേർച്ചയാന എഴുന്നള്ളിപ്പാണ് ഗീസ്. ഞാൻ കഴിഞ്ഞ വർഷം വന്നിട്ട് ഈ ആന തൊട്ട് കണ്ടിട്ടില്ല. കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ താമസിച്ചു മതി. ഇപ്പം ഈ വട്ടം അത് കാണാമെന്ന് പറഞ്ഞാൽ നേരത്തെ വന്നപ്പം നേർച്ചയാന എഴുന്നള്ളിപ്പ് നടക്കുന്നുള്ളൂ ഗീസ്. ഈ വർഷം ഏകദേശം 900+ ആൾക്കാർ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഈ ആന എഴുന്നള്ളിപ്പിന്റെ പരിപാടി. നോട്ടീസിന്റെ പുറകിൽ അവരുടെ പേര് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കും. നമ്മളത് നോക്കിയപ്പോൾ 900+ ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്നെന്തായാലും അമ്പലത്തിൽ പച്ചപ്പാരാത്രി ആവും ഗീസ്. നല്ല ലേറ്റ് ആവുമായിരിക്കും ഇത് നടക്കാൻ. രാവിലെ തുടങ്ങിയാണ് സംഭവം എന്ന് പറയുകയാണെങ്കിൽ രജിസ്റ്റർ ചെയ്തിടും. ആ മാല ഓരോരോ സ്റ്റേജിൽ എല്ലാവരെയും വിളിക്കും ഗീസ്. ഓരോരോ പേര് വിളിക്കും. ടോക്കൺ സമയം അനുസരിച്ച് അത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഓരോരുത്തരുടെ പേര് വിളിക്കും, ഒരു മാല കൊടുക്കും. മാല ഈ ജീവിതത്തിലെ ദേഹത്തിടും, ഒരു റൗണ്ട് ചുറ്റും. അതാണ് ഗീസ് പരിപാടി. ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കിയപ്പോഴേ അതിൻ്റെ ഒരു ഫീൽ അറിയത്തുള്ളൂ ഗീസ്. ആനയുടെ തൊട്ടിലെന്ന് പറഞ്ഞാൽ ആനയുടെ തൊട്ടടുത്ത് ഇങ്ങനെ ഇന്ന് കാണാൻ പറ്റുന്ന ഒരു ഉത്സവം എനിക്ക് തോന്നുന്നില്ല ഉണ്ടെന്ന്. ഞാനിതുവരെ കണ്ടിട്ടില്ല ഗീസ്. അത്രയ്ക്ക് രസമാണ്, ഒരു കിടിലം വൈബാണ് ഗീസ് ഇവിടെ. ഏകദേശം നാളെ ഉത്സവത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ ആനകൾ വരുമെന്നാണ് അറിഞ്ഞത്. ഏകദേശം പണ്ട് 90 സംതിങ് ആനകൾ വന്നിട്ടുള്ള അമ്പലമാണ് ഈ സാനടി അമ്പലം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കും. ഏഷ്യ ബിഗ്ഗസ്റ്റ് സംഭവമാണ് ഗീസ്. അത് വിട്ടുപോയി, നമുക്ക് പിടിക്കാം. ആനയ്ക്ക് കുടിക്കാനുള്ള വെള്ളം എല്ലാം അവിടെ കയറി വരുന്നിടത്ത് വെച്ചിട്ടുണ്ട് ഗീസ്. ഇടയ്ക്ക് ലാഗ് വരുന്നവർ ഇടയ്ക്കിടയ്ക്ക് പോയി വെള്ളം കുടിച്ചിട്ട് വരുന്നതിൻ്റെയാണ് ഈ ലാഗ് വരുന്നത്. അപ്പം ഇടയ്ക്ക് വെള്ളം കുടിക്കുക, പിന്നെ ചൂടുള്ളപ്പോൾ വെള്ളം ദേഹത്തെടുത്ത് വയ്ക്കുക, ഇതൊക്കെയാണ് ആനകളുടെ പരിപാടി. രസമാണ് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. ആനപ്രാന്തന്മാർ മൊത്തം ഇവിടെ കാണും ഗീസ്. ആനയുടെ അമ്പലത്തിൽ തലേദിവസം തൊട്ട് ആനപ്രാന്തന്മാർ മൊത്തം കാണും. എൻ്റെ 2-3 കൂട്ടുകാരന്മാരുണ്ട്, അവന്മാർ ഫുൾ ടൈം ഇന്ന് അവിടെ കാണും. രാവിലെ ഞാൻ കണ്ട അവന്മാരെന്തിനീ ആനയെല്ലാം പോയി, ആനയുടെ വണ്ടിയെല്ലാം പോയിട്ട് അവന്മാരും പോത്തുള്ളൂ വീട്ടിൽ. ഇപ്പൊ നേർച്ച എഴുന്നള്ളിപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളതാണ്. ഒരു 10-100 വട്ടം കറങ്ങി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇതിന് 9 ആന ഒരു വല വെക്കും. അതായത് എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാൻ വേണ്ടി നമ്മൾ നേർച്ച പറയുന്നതാണ്. കാര്യം സാധിച്ചു കഴിഞ്ഞിട്ട് നേർച്ച അവരത് ചെയ്യുന്നതാണ്. അപ്പൊ ഇതെല്ലാം നടന്നു പോകുന്നതിന്റെ ബാക്കിൽ നേർച്ച നടത്തിയ ആൾക്കാരുടെ വീട്ടിൽ നിന്ന് 2-3 പേര് നടക്കുന്നുണ്ട്. ഓരോ റൗണ്ട് കഴിയുമ്പോഴും പുള്ളി ഓരോരുത്തരുടെ ഇതാണ് ഞാൻ പറഞ്ഞത്. സ്റ്റേജിൻ്റെ അകത്തിരുന്ന് 2 പേര് പേര് വിളിക്കും. ഇത്രയും പേര് ഇത് രജിസ്റ്റർ ചെയ്തേക്കുന്ന ആൾക്കാരാണ്. ഇത്രയും പേര് അവിടെ നിന്ന് വിളിക്കും. ആ ക്രമത്തിൽ ഇപ്പുറത്തോട്ട് വരും. ഈ ആനയൂട്ട് ധർമ്മരക്ഷ ഒരു ക്ലബ്ബാണ് ഇത് സ്പോൺസർ ചെയ്യുന്നത്. എല്ലാ വർഷവും അവർ തന്നെയാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അങ്ങനെ നേർച്ച ആന എഴുന്നള്ളിപ്പിന്റെ ഫസ്റ്റ് ഘട്ടം കഴിഞ്ഞ് അത് കഴിഞ്ഞ് ആനകൾക്ക് ഒരു റെസ്റ്റ് കൊടുത്തേക്കാണ്. ചിലർ നീരാടുന്നു, ചിലർ വെള്ളം കുടിക്കുന്നു. മാറ്റി മാറ്റി തണലത്ത് കെട്ടിയിട്ടേക്കാണ് അവരെല്ലാവരും. ഒരു ഇച്ചിരി നേരം വിശ്രമിക്കുക. അപ്പോഴത്തേക്ക് അപ്പുറത്ത് അതായത് ഈ ക്ലബ്ബിൽ ആൾക്കാർ വന്ന് ഫുഡ് കാര്യങ്ങളെല്ലാം നിരത്തിയിട്ടുണ്ട്. ഈ ആൾക്കാർ നല്ല രീതിയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആനയൂട്ടിൻ്റെ ടൈം ആയി വരുന്നേ ഉള്ളൂ, നോട്ടീസ് കൊടുക്കുന്ന ടൈം. അപ്പോൾ അത് അനുസരിച്ച് ആൾക്കാർ വരുന്നേ ഉള്ളൂ. ചിലർ നേരത്തെ വന്ന് നിൽക്കുന്നുണ്ട്. എല്ലാ വർഷവും ഈ പരിപാടി കാണാൻ ഭയങ്കര തിരക്കാണ് ഗൈസ്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കും, ഒരു 10 ആനയുടെ നടുക്ക് നമ്മൾ. വേറെ ലെവൽ ഫീലല്ലേ. 10 ആന, നമ്മൾ മെയിൻ ആനടി അപ്പു വന്ന് ആനടി അപ്പുവിനെ അവിടെ തിരുമേനി ഫുഡ് കൊടുത്തു കഴിഞ്ഞ് ബാക്കി ആനകൾക്ക് നമുക്ക് കൊണ്ടിരിക്കുന്ന ഫുഡ് എടുത്ത് കൊടുക്കാൻ ഗൈസ്. അതിനുവേണ്ടിയാണ് നമ്മൾ വെയിറ്റിങ്. എല്ലാ വർഷവും വരുമ്പോഴും അത് നടക്കും.
ബാക്കിയുള്ള ആനകൾക്കുള്ള ഫുഡ് ആ കമ്മിറ്റിക്കാർ ആദ്യമേ കൊണ്ടുപോയിട്ടുണ്ട് ഗൈസ്. പിന്നെ അവിടെ കിടക്കുന്ന ഫുഡ് നമുക്കും എടുത്ത് ആനയ്ക്ക് കൊണ്ട് കൊടുക്കാം. ആനയുടെ ഫുഡ് ഇത്രയുള്ള കുറച്ചുള്ളതെന്നൊക്കെ ചോദിക്കുന്നവർ കാണും ഇതിനകത്ത്. പക്ഷേ വലിയ കാര്യം പ്രൈസ് ഞാനും കുറച്ചുള്ളതാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ ഇത്രയും ഫുഡ് തന്നെ ആന കഴിക്കത്തില്ല. നമ്മളങ്ങനെ താഴെ കിടന്നിട്ട് ഫുഡ് എടുത്ത് നേരെ ഇറങ്ങി ഇതിലൊരു ആനയ്ക്ക് കൊണ്ട് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ ടാസ്ക് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ആനയ്ക്കും എടുത്ത് ഇനി രണ്ടാമത് അടുത്ത വീണ്ടും അടുത്ത പീസ് എടുക്കാൻ പോവാണ് ഗൈസ്. വീണ്ടും അടുത്ത് തണ്ണിമത്തനെടുത്ത് അടുത്ത ആനയ്ക്ക് കൊടുക്കാനായിട്ട് ഇങ്ങനെ നോക്കുകയാണ് ഗൈസ്. ഒരാനയ്ക്ക് കൊടുത്ത് ഇനി അടുത്ത ഒരാനയ്ക്ക് കൊടുക്കണം. ഭയങ്കര ഒന്നും തെല്ലും കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് താമസിച്ച് പോയാൽ നമുക്ക് സുഖകരമായിട്ട് കൊടുക്കാം. ഈ കണം തെല്ല് പിടിക്കേണ്ട ഒരാവശ്യമില്ല. നമ്മൾ ആദ്യം തന്നെ ഒരു തണ്ണിമത്തൻ കൈ വെച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അങ്ങനെ ആനയൂട്ടിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇനി ആനകളെല്ലാം നേരെ തിരിച്ചു പോവാണ് ഗൈസ്. ഇനി വൈകിട്ട് 3 മണിക്കുള്ള ബാക്കി പരിപാടികളല്ല. അപ്പം നാളെ ആനയടി പൂരം. വരുന്നവരെല്ലാം വന്ന ഗൈസ്. മിസ്സാക്കാതിരിക്കേണ്ട ഒരു പൂരമാണ് ഗൈസ് ആനയടി പൂരം. ആ ക്ലബ്ബുകാരാണ് ഗൈസ് ഈ പരിപാടി ഇവിടെ നടത്തിയത്. ധർമ്മരക്ഷ. നാളെ ഉത്സവത്തിന് പിടിയായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ ബൈ.